ഹായ് ഹലോ എല്ലാവർക്കും ടിപ്സ് ഓർ ഹാപ്പി ലൈഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ആനിയുജിൻ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ആമസോൺ ഹോൾ വീഡിയോ ആണ്. ആമസോണിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള കുറച്ച് ചെരുപ്പുകളുടെ കളക്ഷൻ ആണ്. ആണുങ്ങൾക്ക് പെണ്ണുങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ചെരുപ്പുകൾ നമ്മൾ ഇതിൽ കാണിക്കുന്നത് കേട്ടോ. അപ്പൊ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ചെരുപ്പ് വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് അടിപൊളി ടിപ്സുകൾ കൂടി ഈ വീഡിയോയിൽ ലാസ്റ്റ് പറയുന്നുണ്ട്. അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാനായിട്ട് ശ്രമിക്കാം. അപ്പൊ നമ്മൾ ഇന്ന് വാങ്ങിക്കുന്ന ഈ ചെരുപ്പുകളുടെ എല്ലാം ആമസോൺ ലിങ്കും മൈ ഹോൾ സ്റ്റോറിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെക്കുന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. മാർക്ക് ലോയർ എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ഒരു പ്രീമിയം ക്വാളിറ്റി ചെരുപ്പാണ് നമ്മൾ ആദ്യം കാണിക്കുന്നത്. സ്ട്രാപ്പ് ഒക്കെ വരുന്നതാണ്. ബീച്ച് കളറാണ് ഇതിന്റെ ഷെയ്ഡ് വരുന്നത്. അതേപോലെ തന്നെ ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഫ്ലാറ്റ് ആയിട്ടുള്ള ഹീലാണ് കേട്ടോ. ഒരേപോലത്തെ ഹീലാണ് വരുന്നത്. അപ്പോൾ എനിക്ക് ഒരു അല്പം ഹീലുള്ള ചെരുപ്പ് ഇഷ്ടമാണ്. പക്ഷെ എന്നാൽ അത് നേരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഹീൽ മോഡൽ ചെരുപ്പ് ഇഷ്ടമല്ല. അതിടുമ്പോൾ നമുക്ക് കാലുവേദനയാണ്. അപ്പോൾ ഇതേപോലത്തെ ചെരുപ്പ് ആകുമ്പോൾ ഒരു കുഴപ്പമില്ല. നല്ല ഗ്രിപ്പും കാര്യങ്ങളും ഒക്കെ ഉള്ള ചെരുപ്പ് തന്നെയാണ് കേട്ടോ. നല്ല കംഫർട്ടബിൾ ആയിട്ട് ഇതുപോലുള്ള ചെരുപ്പുകളാകുമ്പോൾ നമുക്ക് ഇടാൻ പറ്റും. ഇതിന്റെ ക്വാളിറ്റി ഞാൻ പറഞ്ഞു പ്രീമിയം ക്വാളിറ്റി ആയതുകൊണ്ട് തന്നെ റേറ്റ് ഒരു 1000 റേഞ്ചാണ്. 1100 ആ ഒരു പ്രൈസ് റേഞ്ചിലാണ് ഇത് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത്. നമുക്ക് ഡെയിലി യൂസിന് വേണ്ടിയിട്ടുള്ള ചെരുപ്പുകളും നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. അത് കാണിക്കാം കേട്ടോ. ഇത് ഞാൻ വാങ്ങിക്കുന്നത് 7 സൈസാണ്. കംഫർട്ടബിൾ ആയിട്ടുള്ള പാഡഡ് സോളാണ് ഇതിൽ വരുന്നത്. അതേപോലെ തന്നെ ലൈറ്റ് വെയിറ്റ് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഈ ഒരു ചെരുപ്പിന്റെ പ്രത്യേകത. ഇവിടെ ഒരു ഇലാസ്റ്റിക് മോഡലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സ്ട്രാപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല കറക്റ്റ് ആയിട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് കംഫർട്ടബിൾ ആയിട്ട് ഇരുന്നോളും. അങ്ങനെ ഒരു ഗുണം കൂടിയുണ്ട്. ഇത് സ്റ്റീഫൻ ചേട്ടൻ വാങ്ങിച്ചിരിക്കുന്ന ഷൂ ആണ് കേട്ടോ. ഇത് ബാറ്റ എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ഷൂ ആണ്. ബാറ്റയുടെ നമുക്കറിയാം അത്യാവശ്യം ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ഇതിന്റെ പ്രൈസ് വരുന്നത് 900 റേഞ്ച് ആണ്. ഇതിന്റെ 3 കളേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. നമ്മളിപ്പോൾ വാങ്ങിച്ചിരിക്കുന്നത് ബ്ലാക്ക് ആണ് കേട്ടോ. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയലും കാര്യങ്ങളും ഒക്കെയാണ്. ഇത് സ്റ്റീഫൻ ചേട്ടൻ ഇട്ട് നോക്കി, നല്ല കംഫർട്ടബിൾ ആണ്. അടുത്തത് നമ്മൾ ബാറ്റയുടെ ഒരു ഹാഫ് ഷൂ ആണ്. നമ്മൾ ഹൈ റേഞ്ചിന്റെ മാത്രമല്ല ഈ ഒരു പ്രൈസ് റേഞ്ചിൻ്റെതും ആമസോണിൽ ധാരാളം അവൈലബിൾ ആണ്. 435 രൂപയ്ക്കാണ് നമുക്ക് ഈ ഒരു ഹാഫ് ഷൂ ഇട്ടിരിക്കുന്നത്. ഇത് ബ്ലാക്ക് ഷെയ്ഡാണ്. ഇതിന്റെ ഡിഫറെന്റ് ഷെയ്ഡ്സും കാര്യങ്ങളും ഒക്കെ ആമസോണിലുണ്ട്. ഇത് ബാറ്റയുടെ തന്നെ വേറൊരു സാൻഡൽസ് ആണ്. ആണുങ്ങൾക്ക് പറ്റിയിട്ടുള്ളതാണ്. നോർമൽ ഷൂ ഇടാത്ത സമയത്ത്, മുണ്ടൊക്കെ കൊടുക്കുന്ന സമയത്ത് യൂസ് ചെയ്യാനായിട്ട് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആണ് കേട്ടോ. ഇതിന്റെ 3 കളേഴ്സ് അവൈലബിൾ ആണ്. ലാസ്റ്റ് മന്ത് നമുക്കൊരു 200+ ആൾക്കാർ ഇത് പർച്ചേസ് ചെയ്തിട്ടുള്ളതാണ്. ഇത് സൂപ്പർ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയലും കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. ഇത് ലേഡീസിന് വേണ്ടിയിട്ടുള്ള ഒരു ബാക്ക് ആരോ എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ഒരു ചെരുപ്പാണ് കേട്ടോ. ഇത് നമുക്ക് റഫ്യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള, അതായത് മഴക്കാലത്തും ഒക്കെ ഇട്ടൊക്കെ റഫ്യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള മെറ്റീരിയലും കാര്യങ്ങളൊക്കെയാണ്. ഒരു 300 ആ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെയാണ് ഈ ഒരു ചെരുപ്പ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിന്റെ ഒരു പ്രത്യേകത നമുക്ക് മഴക്കാലത്ത് റഫ് യൂസ് ചെയ്യാനായിട്ട് പറ്റുമെന്നുള്ളതാണ് കേട്ടോ. അപ്പൊ അടുത്തതായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചെരുപ്പുകൾ വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റ്സുകൾ പറയാം. ചെരുപ്പുകൾ വാങ്ങിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ സൈസ് നോക്കിയിട്ട്, സൈസ് ചാർട്ട് എപ്പോഴും എല്ലാ പ്രോഡക്റ്റുകളുടെയും കൂടെ ഉണ്ടാകും. അപ്പൊ സൈസ് ചാർട്ട് നോക്കിയിട്ട് നമ്മുടെ സൈസ് നോക്കി മാത്രം സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പലപ്പോഴും പലർക്കും പറ്റുന്നൊരു മിസ്റ്റേക്കാണ് നമ്മുടെ സൈസിന്റെ കറക്റ്റ് അല്ലാത്ത രീതിയിലുള്ള ചെരുപ്പ് വാങ്ങി ടൈറ്റായിട്ട് ഇട്ടുകൊണ്ട് നടക്കുന്ന അവസ്ഥ, അല്ലെങ്കിൽ ലൂസായിട്ട് ഇടുന്ന അവസ്ഥ. അതിന്റെ ആവശ്യമില്ല. നമ്മുടെ കാലിന് നല്ല സ്വസ്ഥമായിട്ടിരിക്കണമെങ്കിൽ നല്ല ശരിയായ സൈസ് തന്നെ വാങ്ങിക്കാനായിട്ട് തിരഞ്ഞെടുക്കാനായിട്ട് ശ്രമിക്കാം. ഇപ്പൊ ഷൂ ഒക്കെ വാങ്ങിക്കുന്നവരെപ്പോഴും നമ്മുടെ സോക്സ് ഇട്ട് നോക്കിയതിന് ശേഷം വേണം നോക്കാനായിട്ട്. അപ്പോൾ നല്ല കറക്റ്റ് ആയിട്ടുള്ള പാകമാണോ എന്ന് നമുക്ക് അതിലൂടെ മനസ്സിലാക്കാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും. അതുപോലെ ലേഡീസ് ചെരുപ്പുകൾ വാങ്ങിക്കുമ്പോൾ നമുക്ക് ഏത് ടൈപ്പ് ചെരുപ്പാണ് നമുക്ക് പറ്റുന്നത്, കംഫർട്ടബിൾ ആയിട്ടുള്ള, നമുക്ക് ഡെയിലി യൂസിന് പറ്റിയതാണോ, അല്ലെങ്കിൽ വല്ലപ്പോഴും ഇടാനുള്ള ചെരുപ്പാണോ, ഹീലായിട്ടുള്ള ചെരുപ്പാണോ എന്നുള്ളത് നമ്മുടെ കംഫർട്ട് കൂടി നോക്കിയിട്ട്, അതിന്റെ മെറ്റീരിയലും കംഫർട്ടും കൂടി നോക്കിയിട്ട് വേണം ചെരുപ്പുകൾ വാങ്ങിക്കാനായിട്ട്. ചില ചെരുപ്പുകൾ വാട്ടർ റെസിസ്റ്റന്റ് എന്ന് കാണും, ചിലത് നോൺ വാട്ടർ റെസിസ്റ്റന്റ് എന്ന് കാണും. ഇപ്പോൾ വെള്ളത്തിൽ ഇടാൻ പറ്റിയതാണോ, മഴക്കാലത്ത് ഇടാൻ പറ്റിയതാണോ, ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ നോക്കിയിട്ട് നമുക്ക് സെലക്ട് ചെയ്യാം. അതേപോലെ തന്നെ സ്പോർട്സ് ഷൂസ് അവൈലബിൾ ആണ്. നമുക്കറിയാം ഒരുപാട് പേര് സ്പോർട്സ്, അതായത് അങ്ങനെയുള്ള ആവശ്യങ്ങൾക്കായിട്ട് ഷൂസ് വാങ്ങിക്കാറുണ്ട്. അതും കാഷ്വൽ ഷൂസും ഡിഫറെന്റ് ആണ്. അതപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയിട്ട് വാങ്ങിക്കാനായിട്ട് എപ്പോഴും ശ്രമിക്കുക. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ ചെരുപ്പുകൾ വാങ്ങിക്കുമ്പോൾ അതിന്റെ ഗ്രിപ്പ് ശ്രദ്ധിക്കുക. ഗ്രിപ്പുള്ള ചെരുപ്പുകളാകുമ്പോൾ തെന്നി വീഴാനുള്ള സാധ്യത, സ്ലിപ്പ് ചെയ്യാനുള്ള സാധ്യതയൊക്കെ കുറയ്ക്കുന്നതാണ്.
അതും വളരെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രത്യേകിച്ച് പ്രായമുള്ളവർക്കൊക്കെ ചെരുപ്പ് വാങ്ങിക്കുമ്പോൾ അതനുസരിച്ചുള്ള ആ ഒരു കാര്യം കൂടി ശ്രദ്ധിച്ച് തന്നെ വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിൽ കാണിച്ച പ്രോഡക്റ്റുകളെല്ലാം ആമസോൺ ലിങ്കും മൈ ഹോൾ സ്റ്റോറിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെച്ചിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ചെരുപ്പ് വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കുന്ന പോയിന്റ്സുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.